ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അമ്മു സൈഷസുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എക്സാമിന് ഫെയിലായോ അതോ ജയിച്ചോ എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി, എക്സാം റിസൾട്ടൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി. ബട്ട് എനിക്ക് ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കുകയായിരുന്നു രാവിലെ എണീറ്റിട്ട്. അപ്പോൾ എക്സാമിന് മുമ്പ് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. റിസൾട്ട് വരുന്നതിന് മുമ്പ് നല്ല ടെൻഷനായിരുന്നു. ഫിസിക്സ് എക്സാം കഴിഞ്ഞപ്പോൾ ടെൻഷനായിരുന്നു. എന്താ വെച്ചാൽ ഫിസിക്സ് ബയോളജി കെമിസ്ട്രി 3 എക്സാമും ഒരുമിച്ചിട്ടാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ 3ഉം കൂടി പഠിച്ചിട്ട് എനിക്ക് ഒന്നും തല കയറുന്നുണ്ടായിരുന്നില്ല. എക്സാം കഴിഞ്ഞപ്പോഴെനിക്ക് ഫിസിക്സിൻ്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എക്സാം നല്ല ടഫായിട്ട് തോന്നി. പഠിച്ചൊന്നും വന്നിട്ടില്ല, പഠിക്കാതെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. പിന്നെ എന്താണ്ടൊക്കെ അറിയാവുന്ന എല്ലാം അങ്ങ് എഴുതി വെച്ച്. അപ്പം റിസൾട്ട് വരുന്നതിന് തലേ ദിവസം വരെ ടെൻഷൻ അടിച്ച് ചത്ത്. ഇത്രയും ദിവസത്തെ വെക്കേഷന് ടെൻഷൻ അടിച്ച് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം റിസൾട്ട് വന്ന ദിവസം ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. തോറ്റവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏത് നേരവും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പം ഗേസ് ഞാൻ റിവീൽ ചെയ്യാം. ഞാൻ എക്സാമിന് ജയിച്ചു. സോ അപ്പം നിങ്ങൾ ആരൊക്കെ ജയിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എക്സാമിന് ജയിച്ചിട്ടുണ്ട്. എനിക്ക് ഒടുക്കത്തെ ടെൻഷനായിരുന്നു. എന്താ വെച്ചാൽ ഫിസിക്സിൻ്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ഫിസിക്സ് എക്സാം കഴിഞ്ഞിട്ടാണ് കെമിസ്ട്രി ബയോളജി ഒക്കെ എഴുതേണ്ടത്. അപ്പം ഫിസിക്സ് എഴുതി കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഒന്നും ആലോചിച്ചിട്ട് കിട്ടണില്ല. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ച് എഴുതിയിട്ട് അങ്ങനെ ഭയങ്കര എനിക്ക് ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലാത്ത എക്സാമായിരുന്നു ഫിസിക്സ്. സോ അപ്പം എൻ്റെ ഒരു കസിനാണ് കേട്ടോ പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ ജയിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം തോറ്റവരാരും വിഷമിക്കുകയൊന്നും വേണ്ട. എന്ന് വെച്ചാൽ നമുക്ക് റീ എക്സാമൊക്കെ ഉണ്ടല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒരു വലിയ ടെൻഷൻ ഒരു വലിയ സംഭവം തലേന്ന് ഇറക്കി വെച്ച പോലെ ഉണ്ടായിരുന്നു ഈ റിസൾട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വായിക്കാമല്ലോ. അപ്പോൾ വിഷു ഒക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചോ എന്നൊക്കെയുള്ള താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇനി മുതൽ എല്ലാ ദിവസവും കറക്റ്റായിട്ട് വീഡിയോസ്, ഒരു ലോങ് വീഡിയോയും ഒരു ഷോർട്ട് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നടക്കുമെന്ന് വിചാരിക്കാം. അപ്പം 9ാം ക്ലാസ്സിലാണ് ഇനി ഏറ്റവും ടഫ് കിടക്കണം. എന്താ വെച്ചാൽ എല്ലാവരും മറ്റേ സൈലം എക്സാമിനറിലൊക്കെ പറയുന്നുണ്ടല്ലോ 9ാം ക്ലാസ്സിൽ നല്ല രീതിക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനാണുണ്ട്. അപ്പം ഫസ്റ്റ് ഡേ അന്നന്ന് പഠിപ്പിക്കണം, അന്നന്നൊക്കെ തന്നെ പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എല്ലാ വർഷവും അത് അങ്ങനെ ആലോചിക്കാറുണ്ട്, ബട്ട് ഒന്നും നടക്കാറില്ല. സോ അപ്പോൾ എന്തായാലും ഈ വർഷം നല്ല കുട്ടിയായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എക്സാം കഴിയുമ്പോൾ ഇതുപോലെ ടെൻഷൻ അടിച്ച് ചാകും. അതുകൊണ്ട് ഞാൻ എന്തായാലും പഠിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.